ഏവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ദിവസമാണ്. നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഉന്നമനത്തിനും അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിനുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അന്നദാത ഉത്സവ്. ഈ ഒരു പദ്ധതിയെക്കുറിച്ചും അതുപോലെ തന്നെ കർഷകർക്കായി SBI ഒരുക്കിയിട്ടുള്ള മറ്റ് പദ്ധതികളെ കുറിച്ചും നമ്മളോട് സംവദിക്കുന്നതിനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജറായ രജിത മാഡം ആണ്. മാഡം നമസ്കാരം. നമസ്കാരം. ദേശീയ കർഷക ദിനത്തിന്റെ അന്ന് രാജ്യത്തിന്റെ അന്നദാതാക്കളായ പ്രിയപ്പെട്ട കർഷകരോട് നേരിട്ട് സംവദിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് തന്നെ ചോദിക്കട്ടെ, ഈ അന്നദാത ഉത്സവ് എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ വളരെ പ്രസക്തമാണ്, ഏറ്റവും ആപ്റ്റ് ആയ ഒരു പേര് തന്നെയാണ്. അപ്പൊ അതേക്കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായും. ഡിസംബർ 8 മുതൽ 23 വരെയുള്ള 15 ദിവസങ്ങളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്നദാത ദിവസമായി ആഘോഷിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള ഏകദേശം 15,000-ഓളം വരുന്ന SBIയുടെ റൂറൽ സെമി അർബൻ ബ്രാഞ്ചസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉത്സവം നടത്തി വരുന്നത്. ഗ്രാം ചൗപ്പൽ അല്ലെങ്കിൽ വില്ലേജ് ലെവൽ മീറ്റിംഗ് രീതിയിൽ നമ്മൾ ഉപഭോക്തൃ സംഗമവും ശില്പശാലകളും നടത്തി വരുന്നു. ഉപഭോക്തൃ സംഗമത്തിൽ കർഷകർ, കർഷക സംരംഭകർ, FPOs, SHGs തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നേരിട്ട് ഉപഭോക്താക്കളോട് ഇടപഴകുന്ന രീതിയിലുള്ള സംഗമങ്ങളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സർക്കാരിൻ്റെ വിവിധ കാർഷിക പദ്ധതികളെക്കുറിച്ചും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വന്തം പ്രൊഡക്റ്റുകളെക്കുറിച്ചും നമ്മൾ ഈ മീറ്റിങ്ങുകളിൽ വിശദമായ ക്ലാസുകൾ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ RBIയുടെ ഡെഫ് ഇനിഷ്യേറ്റീവ്, അതായത് നിർജീവമായി കിടക്കുന്ന അക്കൗണ്ടുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രെഡിറ്റ് മോണിറ്ററിംഗ് അവയർനെസ് കൊടുക്കുന്നതിനും അതുപോലെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി, ഫ്രോഡ് പ്രിവെൻഷൻ തുടങ്ങിയ അവയർനെസ് ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇതിൽ നടത്തി വരുന്നുണ്ട്. ബാങ്കിങ്ങുമായിട്ടുള്ള പരിപാടികൾ ഒഴിച്ചു വെച്ചാൽ കർഷകർക്ക്, മികച്ച കർഷകരെ കണ്ടെത്തി അവരെ അനുമോദിക്കുന്നതിനും അവർക്ക് അവരുടെ വിജയഗാഥകൾ പൊതുജനങ്ങളോട് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മീറ്റിങ്ങുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശയം വളരെ ലളിതമാണ്. കർഷകരെ അറിയുക, ആദരിക്കുക, അവരെ അംഗീകരിക്കുക, അവരുമായുള്ള ആത്മബന്ധം ശക്തിപ്പെടുത്തുക, അവരെ ബാങ്കിങ്ങിലേക്ക് അടുപ്പിക്കുക, ഉൽപാദകർ എന്ന നിലയിൽ നിന്നും അവരെ സംരംഭകർ എന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അന്നദാത ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ എടുത്തു പറയാവുന്ന ഒന്നാണ് ക്രെഡിറ്റ് മോണിറ്ററിംഗ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് കർഷകർക്ക് ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? ക്രെഡിറ്റ് മോണിറ്ററിംഗുമായുള്ള അവയർനെസ് ക്ലാസ്സുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്ത് നടത്തുന്നത്. ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നിവ എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ വായ്പകൾക്കുള്ള എലിജിബിലിറ്റിയെ ബാധിക്കുന്നതെന്നും പലിശ നിരക്കുകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇതുമൂലം വരുത്താമെന്നും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക ഇടപാടുകളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് നമ്മൾ അവർക്ക് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ മീറ്റിങ്ങുകളിൽ. ക്രെഡിറ്റ് സ്കോർ മോണിറ്റർ ചെയ്യാനും കൃത്യമായ തിരിച്ചടവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ സിബിൽ സ്കോറുകളിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുമുള്ള എല്ലാവിധ സഹായങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർഷകർക്ക് നൽകി വരുന്നു. കർഷകർക്ക് സാമ്പത്തിക അച്ചടക്കവും അവർക്ക് സാമ്പത്തിക ശാക്തീകരണവുമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ മൂലം ലക്ഷ്യം വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും കർഷക മേഖലയ്ക്ക് ധാരാളം ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വികസിത് ഭാരത് 2047 എന്നുള്ളൊരു വിഷനോട് കൂടിയാണ് ഇന്ത്യ, നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷക മേഖലയിലേക്ക് എന്തൊക്കെ സംഭാവനകളാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്? നമ്മുടെ രാജ്യത്ത് കൃഷി എന്നത് ഒരു തൊഴിലിനേക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനോടും ജീവിതത്തോടും വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. രാജ്യത്തിൻ്റെ 50% ആൾക്കാരും ഉപജീവനത്തിനായി ഇപ്പോഴും കൃഷിയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ കർഷകരാദ്യം അഭിവൃദ്ധിപ്പെടണം. നമ്മുടെ കർഷകർ നേരിടുന്ന ഒത്തിരി വെല്ലുവിളികളുണ്ട്. കൃഷിഭൂമിയുടെ അപര്യാപ്തത, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വില സ്ഥിരതയില്ലായ്മ. ഇതിനെയെല്ലാം മറികടന്ന് കർഷകരെ സാമൂഹ്യമായും സാങ്കേതികമായും സാമ്പത്തികമായും ഉന്നമനത്തിൽ എത്തിക്കുക എന്നാണ് വികസിത് ഭാരത് 2047 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വലിയ രീതിയിലുള്ള പരിവർത്തനത്തെ SBI എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഏകദേശം 15,000-ലധികം റൂറൽ ആൻഡ് സെമി അർബൻ ബ്രാഞ്ചസ് ഉണ്ട്.
അതുപോലെ തന്നെ 80,000-ഓളം ബിസിനസ് കറസ്പോണ്ടൻസും കസ്റ്റമർ സർവീസ് പോയിന്റുമുണ്ട്. അതായത് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും SBIയുടെ സാന്നിധ്യമുണ്ട്. അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഞങ്ങൾ 2 കോടി കർഷകർക്ക് സേവനം നൽകുന്നു. ഇതിൽ ഭൂരിഭാഗവും താഴേക്കിടയിലുള്ളവരാണ്. കർഷകർക്ക് വേണ്ടി മാത്രമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേക ലോൺ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് AFEL, അഗ്രി ആൻഡ് ഫുഡ് എൻ്റർപ്രൈസ് ലോൺസ്. വിളവുൽപാദനം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, വെയർഹൗസ്, ലോജിസ്റ്റിക്സ്, ഇതിനെല്ലാം പല സ്റ്റേജുകളിൽ, അതായത് ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ളവർക്കെല്ലാം ലോൺ ലഭിക്കുന്നത് ഈ സ്കീമിൻ്റെ പരിധിയിലാണ്. കർഷകരെ ഉൽപാദനത്തിൽ നിന്നും മേളിൽ ഒരു സംരംഭകരാക്കാനുള്ള ലക്ഷ്യമാണ് ഈ ലോൺ പ്രൊഡക്റ്റ് വഴി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉന്നം വയ്ക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് KSR, കിസാൻ സമൃദ്ധി ഋൺ. ശാസ്ത്രീയമായി കാർഷിക വൃത്തി ചെയ്തു വരുന്നവർക്കുള്ള ലോണാണ് ഇത്. വിളവിൻ്റെ കൃഷിയുടെ പ്രാരംഭഘട്ടം മുതൽ വിളവ് ഉൽപാദനം വരെയുള്ള എല്ലാ വിധ ചെലവുകളും ഈ ലോണിൻ്റെ പരിധിയിൽപ്പെടുന്നു. അതുപോലെ വായ്പാ വിതരണം വേഗത്തിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 80ഓളം അഗ്രി പ്രോസസ്സിംഗ് ലോൺ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് നമുക്കുണ്ട്. 600-ൽ പരം അഗ്രി ആൻഡ് SME ലോൺ പ്രോസസ്സിംഗ് സെൻറ്ററുകളുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിലേഷൻഷിപ്പ് മാനേജേഴ്സാണ്. കർഷകരുമായി നേരിട്ട് സംവദിക്കാനും അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും വേണ്ടി 500ഓളം റിലേഷൻഷിപ്പ് മാനേജേഴ്സ് നമുക്കുണ്ട്. കാർഷിക മേഖല ശക്തമായി നിൽക്കുന്ന രാജ്യത്തെ 101 ജില്ലകൾ ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലസ്റ്റർ ഫിനാൻസിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. പലിശ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ഒരു രീതി. രാജ്യത്തിൻ്റെ മൊത്തം കാർഷിക മേഖല ശക്തിപ്പെടുത്താൻ ഈ 101 ജില്ലകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അന്നദാത ദിവസ് പോലെയുള്ള ആഘോഷങ്ങൾ കർഷകരുമായി കൂടുതൽ ഇടപഴകാനും കാർഷിക മേഖല ശക്തിപ്പെടുത്താനും നമ്മളെ സഹായിക്കുന്നു. ഡിജിറ്റൽ KCC പോലെയുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റുകൾക്കും SBI മികച്ച പിന്തുണയാണ് നൽകി വരുന്നത്. AIF, PMFME, PM കുസും ഇങ്ങനെയുള്ള ധാരാളം സർക്കാരിൻ്റെ സ്കീമുകൾ ഗ്രാമീണ ഇന്ത്യയുടെ പരിവർത്തനത്തിനായിട്ട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ SBI ഇതിനെയൊക്കെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത്? കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും കർഷകരുടെ സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനുമായുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികൾക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മികച്ച പിന്തുണയാണ് നൽകി വരുന്നത്. AIF, അഗ്രി ഇൻഫ്രാ ഫണ്ട്, വെയർഹൗസ്, കോൾഡ് സ്റ്റോറേജ് മുതലായ വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ് അഗ്രി ഇൻഫ്രാ ഫണ്ട്. കർഷകരുടെ നഷ്ടം കുറയ്ക്കുന്നതിനും ഏറ്റവും മികച്ച വിലയിൽ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും ഈ സ്കീം സഹായിക്കുന്നു. PM കുസും, പ്രകൃതിദത്തമായ ഊർജ്ജ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്കീമാണ് PM കുസും. സോളാർ പമ്പ് ഉപയോഗിച്ചുള്ള ജലസേചന ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ കർഷകനെ സഹായിക്കുന്നു. അതുപോലെ ഇലക്ട്രോണിക് വെയർഹൗസ് റെസീറ്റ്, ഈ വായ്പയിലും SBI വളരെ മികച്ച പിന്തുണയാണ് നൽകി വരുന്നത്. കർഷകർക്ക് അവരുടെ വിളകൾ സംഭരിക്കാനും വെയർഹൗസ് സൗകര്യങ്ങൾ ഉപയോഗിക്കാനും ആ റെസീറ്റിനുമേൽ വായ്പ നേടാനും ഈ സ്കീമുകൾ സഹായിക്കുന്നു. കർഷകരെ ഉൽപാദകർ എന്നതിൽ നിന്നും സംരംഭകരാക്കാനുള്ള SBIയുടെ വലിയ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന സ്കീമുകളാണ് ഇതെല്ലാം. വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഈ കാര്യങ്ങളിൽ SBIക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ഈ കർഷക ദിനത്തിൽ കർഷകരോട് മാഡത്തിന് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? പ്രിയപ്പെട്ടവരെ, SBI എന്നും എപ്പോഴും കർഷകരോടൊപ്പം. ഏത് വയലാവട്ടെ, ഏത് കാലാവസ്ഥയാവട്ടെ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ SBI ഉണ്ട്. ഓരോ കർഷകനും ശാക്തീകരിക്കപ്പെടുന്ന, എല്ലാ മേഖലകളും അഭിവൃദ്ധിപ്പെടുന്ന വികസിത് ഭാരത് 2047 എന്ന സുന്ദര സ്വപ്നത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. താങ്ക് യു അന്നദാദാസ്, താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക്. കൃഷി എന്നുള്ളത് മാറ്റി നിർത്താനുള്ള ഒന്നല്ല. കൃഷിയെ നമ്മോട് കൂടെ ചേർത്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടൊരു യാത്രയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃഷിയെ എങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു SBI എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും നേരം ശ്രമിച്ചത്. തീർച്ചയായും ഇത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതേക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി നമ്മളോട് സംസാരിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജറായ രജിത മാഡം ആണ്. മാഡം നന്ദി. ഏവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനാശംസകൾ. നന്ദി. ഏവർക്കും ദേശീയ കർഷക ദിന ആശംസകൾ.